ഹായ്, രുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ആനോപ്പാറ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് കേട്ടോ. ഇതിന് മുന്നേയും ഞാൻ ഈ അമ്പലത്തിൻ്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നിടാനുള്ള പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ അമ്പലം ഒന്ന് നവീകരിച്ചിട്ടുണ്ട്. അപ്പം ഒരാഴ്ച മുന്നേ ഇവിടെ ഉത്സവം പോലെ കഴിച്ചതാണ്. അപ്പം അന്ന് വരാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലമല്ല കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച അമ്പലത്തിന്. ആദ്യം സുബ്രഹ്മണ്യൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെല്ലണ സ്ഥലം സുബ്രഹ്മണ്യൻ്റെ അമ്പലമാണ്. അപ്പം അവിടെ ആയിരുന്നു ആദ്യം ഒന്ന് പുതുക്കി പണിത്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ അമ്പലവും പുതുക്കി പണിതു. ഇപ്പം മൊത്തത്തിൽ മാറി കേട്ടോ. രാവിലെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയുണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ ആദ്യം ഉണ്ടാവുക. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വലിയ ചെമ്പകവും പിന്നെ വലിയ വലിയ പാറകളും കുളവും പിന്നെ പാറയ്ക്കകത്ത് ഉള്ളിലേക്ക് ചെറിയ ചെറിയ കുഴികളും ഒക്കെ ഉള്ളതാട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഗ്രാമഭംഗി എന്ന് പറഞ്ഞാലല്ലേ. അപ്പം അതിമനോഹരമായ കാഴ്ചയാണ്. അപ്പം ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത, അതായത് നമ്മളെ ആനോപ്പാറ ശ്രീ ബാലസുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ ആട്ടോ. പിന്നെ ഈ പാറയിലൊക്കെ പണ്ട് ഞങ്ങൾ കുട്ടികളാവുന്ന സമയത്ത് ഈ കിണ്ണം കമത്തിയതും പിന്നെന്താണ് കൊടുവാൾ വെച്ചതും ആ ഒരു അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പം പണ്ട് മുതലേ ഞങ്ങൾ കേട്ട് വളർന്നൊരു ഐതിഹ്യങ്ങളാണ് അതൊക്കെ. പിന്നെ കുറേ കഥകൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, കുറേ ഐതിഹ്യങ്ങളുണ്ട്. അപ്പം പിന്നെ ഇത് പാമ്പ് ഏഞ്ഞതാട്ടോ. ഈ ഒരു ഞാൻ കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് ഞാനത് ചവിട്ട് പോലും ഇല്ലായിരുന്നു. അറിയാണ്ട് പോലും ചവിട്ടി. ഇവിടെ എത്തുമ്പോൾ ഒരു ഓർമ്മയായോ അത് പാമ്പ് ഏഞ്ഞതല്ലേ എന്നുള്ളത്. അപ്പം അറിയാതെ പോലും ചവിട്ടില്ലായിരുന്നു. ഇപ്പം എൻ്റെ മോൻ ചവിട്ടിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചവിട്ടരുത് എന്നുള്ളത്. അപ്പം അതൊരു ഐതിഹ്യമാണ്. അത് പണ്ട് കാലത്തേ നമ്മൾ കേട്ടറിവുള്ളൊരു കാര്യമാണ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കുഴികൾ. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. ഉള്ളിലേക്ക് എന്താന്ന് പോലും അറിയില്ല. ഇത്രയും കാലമായിട്ട് വെള്ളം കാണാം, പക്ഷെ എത്ര താഴ്ച ഉണ്ടെന്നോ ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോവാറില്ല. പിന്നെ ഈ കുളം കേട്ടോ. ഈ കുളത്തിൽ പണ്ട്, അതായത് ഞങ്ങൾ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അലക്കാറും കുളിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അമ്പലക്കാരനെ അതൊക്കെ കെട്ടി നല്ല അമ്പലത്തിൻ്റെ മാത്രമാക്കിയിട്ട് മാറ്റിയിട്ടോ. അപ്പം അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ പണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. പക്ഷെ അമ്പലക്കുളം അമ്പലത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ബലികർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ വാവിൻ്റെ ആ ഒരു സമയമൊക്കെ വരുന്ന സമയത്ത് ഈ കുളത്തിൽ ബലികർമ്മങ്ങളൊക്കെ നടക്കും. ആദ്യം അറിവില്ലാതെ കുറേ ഇതിൽ വന്ന് നീന്തി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. ഇവിടെ വരുമ്പം ഓരോരോ വരവിനും ഓരോരോ കഥകൾ മക്കളോട് പറയാനുണ്ടാവും കേട്ടോ. ഒരുപാട് കഥകൾ. ഞാൻ കുട്ടിയായപ്പോൾ മുതൽ കാണുന്നൊരു അമ്പലമാണ്, വരുന്ന അമ്പലമാണ്. അപ്പം ഒരുപാട് കഥകൾ എനിക്ക് അവരോട് വരുമ്പം ഓരോ കഥകളായിട്ട് പറയാൻ അവശേഷിപ്പുണ്ട് ഇപ്പോഴും. പിന്നെ ഇവിടെ കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണമൊക്കെ കുറേ നടക്കുന്ന അമ്പലമാണ്. കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. ഇത് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് മെയിനായിട്ട്. പിന്നെ ഗണപതി ഉണ്ട്, അയ്യപ്പനുണ്ട് ഈ ഒരു അമ്പലത്തിൽ. പിന്നെ ഇതിൻ്റെ താഴേക്ക് നോക്കിയാലും ഒരു കോറി കാണാം കേട്ടോ. ഇതൊക്കെ പാറ പൊട്ടിച്ചിട്ട് വെള്ളം നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. പാറ ഇതാദ്യം പണ്ട് ഇങ്ങനെ പാറ ഒരുമിച്ചായിരുന്നു. ഈ കുളമൊന്നുമില്ല, 2 കുളം ഇല്ലായിരുന്നു. പിന്നെ അവർ പാറ പൊട്ടിക്കാനൊക്കെ തുടങ്ങിയാണ് ഇങ്ങനെ കുളങ്ങളായിട്ട് രൂപപ്പെട്ടത്. 2 ചെമ്പകം ഉണ്ട് കേട്ടോ. ഒരു ചെമ്പകം ഈ ഒരു അമ്പലത്തിൻ്റെ സൈഡിലായിട്ടും രണ്ടാമത്തത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അവിടെയുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു മരം കേട്ടോ. ഇത് ആൽമരം ഒന്നല്ല കേട്ടോ. പക്ഷേ ഇത് വേറെ എന്തോ ഒരു മരമാണ്. നല്ലോണം പടർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. അത് വള്ളികളായിട്ട് താഴോട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര തണലുമാണ്, നല്ല തണലാണ് ഇവിടെ. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അപ്പം നല്ല ഭംഗിയാണ്. ഈ മരം കാരണം നല്ല ഭംഗിയാണ് കാണാൻ.
പിന്നെ ഇന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്പൂതിരി ഇല്ലായിരുന്നു. അപ്പം അത് എന്താണെന്നറിയില്ല, ഇന്ന് നമ്പൂതിരി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. ഈ അമ്പലത്തിൽ ഒരു വട്ടം വന്നാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് വരാൻ തോന്നും. അത്രയും മനോഹരമാട്ടോ ഈ അമ്പലം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക.